മുൻ ചീഫ് സെക്രട്ടറി VP ജോയി അധ്യക്ഷനായിട്ടുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു പുതിയ വാർത്തയാണ്. അവർ ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, ഫിറ്റ്മെന്റ് അലവൻസ് എത്രയാണ്? ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ സാധാരണയായി ശമ്പള പരിഷ്കരണം വരുമ്പോൾ ശമ്പള പരിഷ്കരണത്തിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന DA ചില സമയത്ത് സാച്ചുറേഷൻ ആവും, പിന്നെ DA കൊടുക്കില്ല. ആ DAയും പഴയ ശമ്പള സ്കെയിലും തമ്മിൽ മെർജ് ചെയ്ത് വരുന്ന ഒരു തുക ചിലപ്പോൾ എടുക്കും. അതോടൊപ്പം തന്നെ ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറയുന്നൊരു കാര്യം. ഈ ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ശമ്പള പരിഷ്കരണത്തിന് എന്തെങ്കിലും അനാമലികൾ ഉണ്ടെങ്കിൽ, അത് ഒന്നും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക ഫിക്സ് ചെയ്യും, ഒരു സെർട്ടൺ പെർസെൻറ്റേജ്. കേന്ദ്ര ഗവൺമെന്റിൽ 3.2 വേണമെന്ന് പറയുന്നത് യൂണിയൻകാർ ആവശ്യപ്പെടും. കേന്ദ്ര ഗവൺമെന്റ് 3.2 എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് വരും. കാരണം ഈ 10 വർഷത്തിലൊരിക്കലാണല്ലോ. പ്രത്യേകിച്ച് ശമ്പള സ്കെയിലും അവരുടെ വ്യത്യാസമുണ്ട്. 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 69,000 രൂപ അവർക്ക് ബേസിക് ആയിട്ടുള്ള സാലറി ഇപ്പോൾ ഉള്ള ഇനി പുതിയ സ്കെയിലിൽ വേണമെന്നൊക്കെ പറഞ്ഞ് യൂണിയൻകാർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര യൂണിയൻകാർ. അത് ചിലപ്പോൾ ഒരു 54,000 55,000 രൂപയ്ക്ക് ഫിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരത്തെ അത് 26,000 അവർ വേണമെന്ന് ചോദിച്ച് 18,000 കൊടുത്തത്. 10 വർഷം കഴിഞ്ഞല്ലോ. ഇവിടെ 5 വർഷത്തിലൊരിക്കലാണ്. അതുകൊണ്ടാണ് 12ാം ശമ്പള കമ്മീഷൻ ആയത്. അവിടെ 8 ആയിട്ടുള്ളൂ. നമുക്ക് 12ാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് അലവൻസ് എത്ര? നേരത്തെ 20% വരെ കൊടുത്തിരുന്നു, പക്ഷെ അന്ന് ചെറിയ തുകയായിരുന്നു. അതിനുശേഷം അത് 15%, 10% വരെ താഴ്ന്നു. ഇപ്രാവശ്യം എത്രയാണ് ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് നമുക്കറിയില്ല. അതറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. രണ്ടാമതായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ജൂൺ 15 ഇതിന്റെ ശമ്പള പരിഷ്കരണത്തിന്റെ 16 ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ റിപ്പോർട്ടും വരണം. അത് വരാൻ സാധ്യത കുറവാണ്. മെയ് 4 കഴിഞ്ഞാൽ പുതിയ ഗവൺമെന്റ് വന്നാൽ വീണ്ടും ഒരു 3 മാസം സമയം കൂടെ ചോദിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി UDF ആണ് വരുന്നതെങ്കിൽ ആ കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ എന്നുള്ള സംശയവും നമുക്കുണ്ട്. ചെയർമാനെ ചിലപ്പോൾ മാറ്റൂലായിരിക്കും, മുൻ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ VP ജോയി ആയിരിക്കും. പക്ഷെ മറ്റു ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതും നമുക്ക് വരാനിരിക്കുന്ന ഒരു ബാധ്യത അല്ല, ഒരു സാധ്യതയാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് വെയിറ്റേജ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സർവീസ് വെയിറ്റേജ് നേരത്തെ അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുമായിരുന്നു, അതിനിപ്പോൾ ഉണ്ടാകുമോ? പല ശമ്പള പരിഷ്കരണത്തിലും കൊടുത്തിട്ടുണ്ട്, പലതിലും കൊടുത്തിട്ടുമില്ല. അപ്പൊ ഇനി സർവീസ് വെയിറ്റേജ് എത്ര, അത് കൊടുക്കുമോ? അതുപോലെ തന്നെ ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുമോ? ആർക്കൊക്കെയാണ് കൊടുക്കുക? അത് എമൗണ്ട് കൂടുമോ? പിന്നെ ലീവ് സറണ്ടർ ഉണ്ടാകുമോ? എത്ര ലീവ് ഉണ്ടായിരിക്കും? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച കൂടി വർക്കിംഗ് ഡേയ്സ് ആക്കിയപ്പോൾ ഇനി എത്ര ലീവാണ് എടുക്കാൻ കഴിയുക? ലീവ് സറണ്ടർ ചെയ്താൽ അതിന് പണം കിട്ടുമോ? അതോ ലീവ് സറണ്ടർ ഇല്ലയോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും ഒരു അന്വേഷണം വരാനുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായം വരാനുണ്ട്. ഇതിനിടയിലാണ് സർവീസ് സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. അനാമലികൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അവരുമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. പക്ഷേ പലപ്പോഴും ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഓട്ടോണമസ് സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാനത്ത്. ഒരുപാട് ശാസ്ത്ര ഗവേഷണ മേഖലകളിലും സാങ്കേതിക മേഖലകളിലും ഒരുപാട് ഓട്ടോണമസ് സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണം വന്നാൽ പിന്നെ അവിടെ നടക്കുന്ന ഒരു അലുക്കുലുക്ക് തരികിട പരിപാടി. ഓരോ സ്ഥാപനവും ഇങ്ങനെയുള്ള പബ്ലിക് PSUകൾ, പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്ങുകളായിട്ടുള്ള സ്ഥാപനങ്ങളും, കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവരൊക്കെ ശമ്പള പരിഷ്കരണം വരുത്തണമെങ്കിൽ വീണ്ടും അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി, അവരുടെ ഗവേണിംഗ് ബോഡി ഉണ്ടെങ്കിൽ ഗവേണിംഗ് ബോഡി കൂടി ഗവൺമെന്റിലേക്ക് എഴുതി, പിന്നെ അത് ഫിനാൻസിൽ പോയി, എക്സ്പെൻഡിച്ചറിൽ പോയി, പ്ലാൻ B, പ്ലാൻ A, എക്സ്പെൻഡിച്ചർ ABC എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവന്റെ പേ റിവിഷൻ സെല്ലിൽ പോയി, ഇങ്ങനെ തെണ്ടിപ്പറക്കി 6 മാസം, 1 വർഷം, ചിലടത്തൊക്കെ 2 വർഷം, ചിലടത്ത് 3 വർഷം വരെ ആകുന്ന കേസുകളുണ്ട്. ശമ്പള പരിഷ്കരണം നടന്നാൽ 3 വർഷം വരെ ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി സകലവന്റെ കാലും പിടിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. ആ നിയമം മാറ്റാൻ ശമ്പള പരിഷ്കരണ കമ്മീഷന് കഴിയുമോ? കമ്മീഷൻ ചെയ്യേണ്ടത്, ഈ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എക്സ്ചക്കർ ഗവൺമെന്റ് ആയിട്ടുള്ള ഖജനാവിൽ നിന്ന് പണം 1 രൂപയിലും കൊടുക്കുന്നിടത്താണല്ലോ ഒരു സ്വാധീനം വരുന്നത് ഗവൺമെന്റിന്. ആ സ്വാധീനമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, PSU ആയാലും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും, അവിടെ ശമ്പള പരിഷ്കരണം തത്വത്തിൽ അംഗീകരിച്ചതിന് ഒറ്റ ഓർഡർ ഇറങ്ങണം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ. ആ ഓർഡർ ഇറങ്ങിയതിനു ശേഷം അതാത് സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോർഡിയും തീരുമാനിച്ചവർക്ക് കൊടുക്കാം. പിന്നെ അവർ ഗവൺമെന്റിലേക്ക് എഴുതി, ഗവൺമെന്റ് ഉടനെ ഫിനാൻസിൽ അയച്ചു, ഫിനാൻസ് ഉടനെ അവരുടെ സാമ്പത്തിക ബാധ്യത ചോദിച്ചു, സാമ്പത്തിക സ്ഥിതി ചോദിച്ചു, പിന്നെ കുറച്ച് കൊടുക്കാം, പിന്നെ കൊടുക്കാം, നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് 2 വർഷം 3 വർഷമൊക്കെ എടുക്കുന്ന കേസുകൾ പല കേസിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന കണ്ടിജന്റ് ജീവനക്കാർ മുതൽ സെക്യൂരിറ്റി മുതൽ ഡെയിലി വേജർ മുതൽ ചീഫ് സെക്രട്ടറി വരെ എല്ലാവർക്കും ശമ്പള പരിഷ്കരണം. IASകാർക്ക് വേറെ ശമ്പള പരിഷ്കരണമാണ്, അത് വേറെ കഥയാണ്, സെൻട്രൽ പാറ്റേൺ ആണ്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനും ഒരേ സമയം ശമ്പള പരിഷ്കരണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉത്തരവുണ്ടാകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം.
ഫിറ്റ്മെന്റ് അലവൻസ് മാക്സിമം കൊടുക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. സർവീസ് വെയിറ്റേജ് എത്ര തുക കൊടുക്കുമെന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. HRA, ലീവ് സറണ്ടർ അതുപോലുള്ള ആനുകൂല്യങ്ങൾ എത്ര കൊടുക്കും? TA, DAയുടെ എമൗണ്ട് കൂട്ടുമോ? കാരണം ക്ലാസ് 4, ക്ലാസ് 3, ക്ലാസ് 1, ക്ലാസ് 2 ഓഫീസർമാർ പലതരത്തിലുള്ള ഓഫീസർമാരുണ്ട്. ഇവരുടെ TA കൂട്ടിക്കൊടുക്കുമോ? DA എമൗണ്ട് കൂട്ടിക്കൊടുക്കുമോ? ഇവർക്ക് ഒരു ദിവസത്തെ DA, ഈ ടൂർ പോകുമ്പോൾ DA ഉണ്ട് ഒരു ദിവസത്തേക്ക്, അത് എത്ര രൂപ കൊടുക്കും? ഇതിനൊക്കെ ഒരു പുതുക്കം വരുമോ എന്നുള്ളത് അറിയാനും ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുണ്ട്. എന്തായാലും അതുപോലെ അഷ്യോർഡ് പെൻഷൻ എന്ത് സംഭവിക്കും? അതും കറക്റ്റ് ആയിട്ടില്ല. മെഡിസെപ്പ് എന്ത് സംഭവിക്കും? ശമ്പള പരിഷ്കരണത്തിന് ശേഷം മെഡിസെപ്പ് എങ്ങനെയായിരിക്കും പോകുന്നതെന്നും വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും ശമ്പള പരിഷ്കരണ കമ്മീഷൻ വളരെ അടിയന്തരമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഓഫീസൊക്കെയാണ്, AC ഓഫീസൊക്കെയാണ്. കമ്പ്യൂട്ടറൊക്കെ വെച്ച് കുറേ അധികം പേരിരുന്ന് പണിയുന്നു. സ്വാഭാവികമായിട്ടും അവർ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സർവീസ് സംഘടനകൾ, NGO യൂണിയൻ, NGO അസോസിയേഷൻ, അതുപോലെ KGOA, KGU, KGF എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാ സർവീസ് സംഘടനകളുമായിട്ടും അവർ എന്ത് നടത്താൻ സാധ്യതയുണ്ട്? അവർ ഈ സിറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട്, പരാതികൾ കേൾക്കാൻ സാധ്യതയുണ്ട്, ഇൻഡിവിജ്വൽ അനാമലികൾ അവർ കേൾക്കാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ കാലത്ത് അനാമലികൾ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ ശമ്പള പരിഷ്കരണം വരുമ്പോൾ വരുന്നൊരു പ്രശ്നം, ചില ടീമുകൾക്കും ചില പാരിറ്റിയിലുള്ളവർക്കും ചില സ്കെയിലുള്ളവർക്കും വലിയ ശമ്പള പരിഷ്കരണവും ചിലർക്ക് കുറഞ്ഞു പോകും. അതൊക്കെ മന്ത്രിയുടെ സ്വാധീനം, മന്ത്രി ഓഫീസിന്റെ സ്വാധീനം, സർവീസ് സംഘടനകളുടെ സ്വാധീനം, പിന്നെ മറ്റ് ഒരുപാട് ബന്ധങ്ങൾ അതും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സ്വാധീനങ്ങൾ ഇതിനകത്ത് വരും. അത് വന്നു പോകാതിരിക്കാനും ചെയ്യുക. ബാലൻസ് ആയിട്ട് എല്ലാവർക്കും മോർ ഓർ ലെസ് സെയിം ആയി കൊടുക്കാനുള്ള ഒരു പാറ്റേണിൽ കൊടുക്കാനുള്ള രീതി നോക്കുക. ഫിറ്റ്മെന്റ് അലവൻസ് പരമാവധി കൊടുക്കുക, സർവീസ് വെയിറ്റേജ് കൃത്യമായി കൊടുക്കുക. അങ്ങനെ മനോഹരമായി ഈ ഞാൻ പറഞ്ഞ ഓട്ടോണമസ് PSU സ്ഥാപനങ്ങളിലും ഒരേ സമയം ഇത് നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതാണ്.